ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും എത്തി നിങ്ങളോടൊപ്പം എൻ്റെ മാഷിനോടൊപ്പം യാത്ര ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ കൂടി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മാഷിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ യാത്ര മുന്നോട്ട് പോയി. മാഷ് ബൈക്ക് എവിടെയോ നിർത്തി എന്നോട് വണ്ടിയിൽ നിന്നിറങ്ങാൻ പറഞ്ഞു. വണ്ടിയിൽ നിന്നിറങ്ങി മാഷിനെ നോക്കി. അതൊരു ലേഡീസ് ഹോസ്റ്റലായിരുന്നു. മാഷ് അകത്തേക്ക് നടന്നു. ഞാൻ പിറകെ. അകത്ത് കിടന്ന് മാഷ് അവിടെ എല്ലാം ഏർപ്പാടാക്കിയിരുന്നു. നേരത്തെ തന്നെ അഡ്രസ് കൊടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ കണ്ണു നിറയാതിരിക്കാൻ എന്തുകൊണ്ടും ആമിക്ക് വല്ലാതെ പാടുപെടുന്നു. നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ വരും, ഒരുങ്ങി നിൽക്കണം കേട്ടോ പറഞ്ഞിട്ട് മാഷ് തിരിഞ്ഞു നടന്നു. എന്തോ മാഷ് പെട്ടെന്ന് പോകുന്നു കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ ഓടിപ്പോയി ആ കൈ പിടിച്ചു. മാഷ് അരുമയോടെ നോക്കി. ഇന്ത്യയിൽ കണ്ണു നിറഞ്ഞ് ഉള്ളി കൂട്ടിപ്പോയി ആ ആളിലേക്ക് മാഷ് അരുമയെ എൻ്റെ കൈകി തലോടി മാഷിൽ നിന്ന് ചിരിച്ചിട്ട് കണ്ണു എന്നിട്ട് പറഞ്ഞു, ഒരുപാട് കരഞ്ഞതല്ലേ, ഇനി കരയണ്ട, ഞാനുണ്ടാവുമെന്നും കൂടെ. അറിയാതെ മനസ്സ് കൊതിച്ചുപോയി. മാഷ് എനിക്ക് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നില്ല. മാഷ് വിടർന്ന കണ്ണോടെ എന്നെ ഒന്ന് നോക്കി. അപ്പോൾ ആ കണ്ണുകളിൽ നിറയെ മാഷിന് എന്നോടുള്ള ഇഷ്ടമായിരുന്നു. എൻ്റെ മനസ്സറിഞ്ഞതുപോലെ എന്നെ ആ നെഞ്ചോടി ചേർത്ത് പിടിച്ച് തൂന്നിറ്റേയും അത്തരവും നിർത്തി മനസ്സ് പിടിഞ്ഞു പോയ നിമിഷം ആ കരവെളിയെത്തി വല്ലാത്തൊരു സുരക്ഷിതത്വം ആമിക്ക് അനുഭവപ്പെട്ടു. ഭഗവാനെ, എന്നെ ഈ കരവേലയത്തിൻ ചൂടിൽ എനിക്ക് ഭാഗ്യം നേടി മനസ്സൊരുക്കി ഭഗവാനോട് പ്രാർത്ഥിച്ചു. മാഷിനെ ആ കരവിലേക്ക് നിന്ന് അടക്കി മാറ്റി പുറത്തേക്ക് ഞാൻ അകത്തേക്ക് റൂമിൽ ചെന്ന് ബാഗ് കളിച്ച് കൂടെ റൂമിലുണ്ട ഉണ്ടായിരുന്ന കൂട്ടുകാരികളെ പരിചയപ്പെട്ടു. സീമ, ഷിനു, അഞ്ജലി, ആതിര എല്ലാവരും വിവാഹിതർ, ജോലിക്കാരൻ. അഞ്ജലിയും ആതിരയും ബാങ്കിൽ ജോലി ചെയ്യുന്നു. സീമയും ഷിനുവും ഷീമാട്ടിലെ ജോലിക്കാരാണ്. എന്നോട് അവർ നാടും വീടും ഒക്കെ ചോദിച്ചു. വിവാഹം അവർ ചോദിച്ചു. ഇല്ല എന്ന് പറയുമ്പോൾ കണ്ണ് നിറയാതിരിക്കാൻ എന്തുകൊണ്ടോ പാടുപെട്ടു. ജോലി അടുത്ത ചോദ്യം വന്നു. അപ്പോഴും നിസ്സഹായതയോടെ ഇല്ല എന്ന് ആമി തലയാട്ടി. അവർ പരസ്പരം ഒന്ന് നോക്കി. പക്ഷേ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് മുഖം വാടിയത് കൊണ്ടാവും അവർ പിന്നെ വേറൊന്നും ചോദിച്ചില്ല. എനിക്ക് കിട്ടിയ ബെഡിൽ പോയി കിടന്നു. ബാഗിൽ നിന്നൊരു പുതപ്പെടുത്ത് കുതിച്ചു. അപ്പോഴെന്തോ അരികിൽ മാഷ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓർത്തുപോയി. വെറുതെ ഓരോന്നോർത്ത് അങ്ങനെ കിടന്നു. എൻ്റെ ഉള്ളിൽ നിറയെ എൻ്റെ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ റൂംമേറ്റിൻ്റെ കലപില സംസാരം കേട്ടാണ് ഓർമ്മത്. അവർക്ക് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സമയം നോക്കി. സമയം 7:30. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് 8 മണിക്ക് മാഷ് വരും, ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. പെട്ടെന്ന് ബാത്റൂമിൽ പോയി പ്രഭാതകത്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഒന്ന് കുളിച്ച് വേഗം ഒരുങ്ങി. കൂട്ടുകാരികൾ ചോദിച്ചു, നീ എവിടെ പോകും? ഞാൻ പറഞ്ഞു, മാഷ് 8 മണിക്ക് വരും, ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, ആരായി മാഷ്? ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്ന്. അത് പറയുമ്പോൾ ശബ്ദമൊന്ന് പതറാതിരിക്കാൻ ഞാൻ വല്ലാതെ ശ്രമിച്ചു. ആമി വല്ലാതെ ശ്രമിച്ചു. കാരണം അങ്ങനെയൊന്ന് ആമിയുടെ ജീവിതത്തിൽ സംഭവിക്കുമോ? ആമി തന്നോട് തന്നെ പറഞ്ഞു. എനിക്ക് പോലും തീർച്ചയില്ലാത്തൊരു കാര്യം. ഒരുപാട് നെടുവീർപ്പോടെ ആമി തന്നിലേക്ക് തന്നെ ഒന്ന് നോക്കി. യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാര്യം